അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സംഘടിത സക്കാത്ത്, സാമൂഹിക വികസനം, ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കേണ്ട വിഷയം. സക്കാത്ത് എന്നല്ല, സംഘടിത സക്കാത്ത് എന്നതാണ് അതിൻ്റെ മെയിൻ ഭാഗം. അതിൻ്റെ ഭാഷാർത്ഥം, സക്കാത്ത് എന്ന് പറയുമ്പം വിശുദ്ധി, വളർച്ച, വർധന എന്നിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭാഷയിൽ അർത്ഥം കുറിക്കുന്നത്. ധനമുള്ളവൻ അവൻ്റെ ധനത്തിൻ്റെ നിശ്ചിതമായ ഒരു പരിധിയെത്തുമ്പോൾ നിശ്ചിതമായ ഒരു പങ്ക് നിശ്ചിതമായ വിഭാഗക്കാർക്ക് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ഇബാദത്താണ് സക്കാത്ത്. ഈ രീതിയിൽ ആളുകളിൽ നിന്ന് ശേഖരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയക്കും സക്കാത്ത് എന്ന് തന്നെയാണ് അറബി ഭാഷയിൽ, അല്ലെങ്കിൽ ദീനിൻ്റെ, മതത്തിൻ്റെ സാങ്കേതിക പ്രയോഗം അനുസരിച്ച് പ്രയോഗിക്കപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സലാത്ത് വ ഈതാഇസ് സകാത്ത് വ സൗമി റമദാൻ വ ഹജ്ജിൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണത്. ഷഹാദത്ത്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ള സത്യസാക്ഷ്യം വഹിക്കുക എന്നതും, അത് കഴിഞ്ഞാൽ, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം നിർബന്ധമാണെന്നതും, പിന്നീട് സക്കാത്ത് നിർവഹിക്കണമെന്നും, പിന്നീട് സാധിക്കുന്നവൻ ഹജ്ജ് ചെയ്യണമെന്നതുമാണ് ആ അടിസ്ഥാന ഘടകങ്ങൾ. ഇതിൽ ഈ 5 കാര്യങ്ങളിൽ സക്കാത്തും ഹജ്ജും മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ സാമ്പത്തിക കഴിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരാധനകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി, മൻ അദ്ദ സകാത്ത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറുഹു. തൻ്റെ കയ്യിൽ ധനമുണ്ടായിട്ട് അതിൻ്റെ സക്കാത്ത് ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ധനത്തിൻ്റെ കേട് മുഴുവൻ തീർത്തിരിക്കുന്നു, കേട് പോയിരിക്കുന്നു എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. സക്കാത്തിൽ 2 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ധനത്തിൻ്റെ ശുദ്ധീകരണം, മറ്റൊന്ന് നൽകുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം. ഈ 2 തരത്തിലുള്ള ശുദ്ധീകരണവും അവിടെ നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു കാശ് ഏൽപ്പിച്ചിട്ട് അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ട് തന്ന ആള് അതിലൊരു ലേശം പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും അയാളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു നന്ദികേടുള്ളവനാവാൻ പാടില്ല. അയാളതിൽ തന്നിട്ട് ഞാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ കൊടുക്കും, അല്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന, മനുഷ്യർക്ക് തന്ന ഒരു മാർഗമാണ്, ജീവിത മാർഗമാണ് ധനം എന്നത്. ആ ധനം തന്ന റബ്ബ് നമ്മോട് പറയുകയാണ്, അത് ഒരു വർഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതൊരു പരിധിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2.5 റുപ്യ നിങ്ങൾ തിരിച്ചെനിക്ക് തരണം. 2.5 റുപ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കണമെന്ന് 100 റുപ്യ തന്ന റബ്ബ് നമ്മളോട് പറയുമ്പം, നമ്മളൊരാളോട് വായ്പ വാങ്ങി അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ലോണായിട്ട് എടുത്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തുനിയുമ്പോൾ, അത് ചോദിക്കുമ്പോൾ നമുക്ക്
മനസ്സ് വല്ലാതെ ബേജാറാവും. എന്നാൽ ഒരു ബാധ്യയും ഇല്ലാതെ നിങ്ങളിതാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന ധനം അള്ളാഹ് തിരിച്ചിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിൽ അത് നിർവഹിച്ചാൽ തന്നെ അതിന് ഒരുപാട് ആധിയും ആശങ്കയും ഒക്കെ ആ വിഷയത്തിൽ പിന്നെ വരും. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. സക്കാത്ത് എന്നത് ഒരു സാമൂഹിക പ്രാധാന്യമുള്ള സംഭവമാണ്. സക്കാത്ത് ധനവുമായി ബന്ധപ്പെട്ട ഇബാദത്ത് വ്യക്തി നിർവഹിക്കുന്നതാണെന്നതിൽ സംശയമില്ല. അത് വ്യക്തിപരമായി നിർവഹിക്കേണ്ട ആരാധനയാണ്. പക്ഷേ ആ വ്യക്തി നിർവഹിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയകൾ, അത് ശേഖരിക്കണം, അത് വിതരണം ചെയ്യപ്പെടണം, അത് കൃത്യമായി അതിൻ്റെ അവകാശികളുണ്ട്, അവരിലേക്ക് ഇത് വിതരണം ചെയ്യപ്പെടുമ്പോൾ അത് സമൂഹത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇത് സാമൂഹികമായ ഒരു ആരാധന കൂടിയാണ്. സാമൂഹികമായി വളരെ പ്രാധാന്യമുള്ള ഈ ആരാധന സംഘടിത രീതിയിലാണ് നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ്. ഖുർആന്റെ നിർദ്ദേശം ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസല്ലി അലൈഹിം ഇന്ന സലാത്തക സകനുൽ ലഹും. നബി ആളുകളിൽ നിന്ന് സകാത്ത് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും വേണം. അവരുടെ ധനത്തിൻ്റെ ശുദ്ധീകരണമാണത് എന്ന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ സകാത്ത് നിർവഹിക്കണമെന്ന നേരത്തെ നിങ്ങളുടെ മുമ്പാകെ വെച്ച നബിയുടെ വചനവും അത് വ്യവസ്ഥാപിതമായ സംഘടിതമായ രൂപത്തിൽ നിർവഹിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വ്യവസ്ഥ. കാരണം നമുക്കറിയാം, സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിൻ്റെ അവകാശികളെ വിശദീകരിക്കുന്നിടത്ത് 60-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചത് അതിൻ്റെ അവകാശികൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ് എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹ് പറയുന്ന കാര്യം വൽ ആമിലീന അലൈഹ. സക്കാത്തിൻ്റെ മറ്റ് അവകാശികളെ കുറിച്ചൊന്നും ഞാനിവിടെ വിശകലനം ചെയ്യുന്നില്ല. കാരണം ആർക്കാണ് വിതരണം ചെയ്യേണ്ടത്, എവിടെയാണ് വിനിയോഗിക്കപ്പെടേണ്ടത് എന്നല്ല എൻ്റെ വിഷയം. ഞാൻ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിൽ നിന്ന് ഒരു ഭാഗം കണക്റ്റഡ് ആണ്. വൽ ആമിലീന അലൈഹ, അതിൻ്റെ ആ സക്കാത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് സക്കാത്തിൽ നിന്ന് ഒരു പങ്കുണ്ട്. അർഹരായ ആളുകളെ പറഞ്ഞെടുത്ത് അത് അവകാശികൾ തൊഴിലാളികൾ എന്ന് വെക്കുമ്പം ഒരു വ്യക്തിപരമായി മറ്റൊരാൾക്ക് കൊടുക്കുന്നിടത്തിൽ അവിടെ ഒരു തൊഴിലാളിയെ ആവശ്യമില്ല. കാരണം അതൊരാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അയാൾക്ക് അറിയുന്ന രൂപത്തിൽ അത് കൊടുക്കുന്നു. ആ രീതിയിലല്ല. വൽ ആമിലീന അലൈഹ എന്ന ഒരു പ്രത്യേകം ഒരു വിഭാഗത്തെ ആയത്തെടുത്ത് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വ്യക്തിയല്ല, സംഘടിതമായി തന്നെയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി വൽ ആമിലീന അലൈഹ എന്ന പരാമർശത്തെ വിശദീകരിക്കുന്നിടത്തിൽ സക്കാത്ത് പിരിക്കുക, എഴുതി വെക്കുക, വിതരണം ചെയ്യുക, അത് സൂക്ഷിക്കുക മുതലായ സക്കാത്തുമായി അത് നിർവഹിക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് ആമിലീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ 8-ാം വാള്യത്തിൽ 177-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേൽ വിവരിച്ച ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്തിൽ മറ്റ് തഫ്സീറുകളിലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്ന നിർദ്ദേശങ്ങളിൽ നിന്നും ധനികരിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി അവിടെ പ്രബോധനത്തിൻ്റെ കാര്യമെല്ലാം കൂടി പറഞ്ഞ് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനത്തിനാണ് നിങ്ങൾ പോകുന്നത്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കാര്യം അവർ അംഗീകരിക്കണം,
സക്കാത്ത് സല നമസ്കാരം 5 നേരത്തെ നമസ്കാരം അവർ നിർവഹിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതും അവർ അംഗീകരിച്ചാൽ അവരോട് പറയണം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം അതിൻ്റെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് നീ അവരിൽ നിന്ന് സ്വീകരിക്കണമെന്നും അത് നടപ്പാക്കണമെന്നും പറയുന്ന ഹദീസിൽ നിന്നും നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിന്നും എല്ലാം നമുക്ക് സാധിക്കുന്നത് ഈ സക്കാത്ത് സംഘടിതമായി തന്നെയാണ് നടപ്പാക്കേണ്ടതെന്നാണ്. നമസ്കാരം പോലെ തന്നെ ഒരു ഇബാദത്താണ് സക്കാത്ത് എന്നത്. മാത്രമല്ല ഇത് സംഘടിതമായി നടപ്പാക്കണമെന്ന് മാത്രമല്ല, ഇത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹകരണം ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്ത് നമുക്ക് സുപരിചിതമാണ്. നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണം, നേരെ മറിച്ച് അധർമ്മത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ പാതയിൽ നിങ്ങൾ സഹകരിക്കരുത് എന്നും പറയുന്നിടത്തിൽ എന്തൊക്കെ നന്മയുണ്ടോ അതിലൊക്കെ സഹകരിക്കണം. ഒരു സഹകരണ അടിസ്ഥാനമാണ് ഇസ്ലാമിൻ്റെ ബേസ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ധനമുള്ളവൻ ഇല്ലാത്തവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ അതിനോട് സഹകരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം, അതിന് ഫണ്ട് വേണം, ധനം വേണ്ടതുണ്ട്. അത് ധനമോ വരുമാനമോ ഉള്ളവൻ അവൻ്റെ കയ്യിലാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. സാമൂഹികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ട്രഷറി ഏൽപ്പിച്ചത്, ഇതിൻ്റെ ട്രഷറേഴ്സ്, ഇത് കീപ്പ് ചെയ്യുന്ന ആളുകൾ വിശ്വാസികളാണ്, ധനമുള്ള വരുമാനമുള്ള ആളുകളാണ്. ഇനി വ്യക്തി കൈമാറ്റം ചെയ്യപ്പെട്ടാൽ, വ്യക്തിയിൽ നിന്ന് മറ്റ് വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ധനം ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് അതിന് വളർച്ചയുണ്ടാകുന്നതെന്നാണ് മറ്റൊരു ഘടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ സൂറത്ത് ഹശ്റിലെ 7-ാം വചനത്തിൽ വല്ല സമൂഹവുമായി ഒരു സംഘട്ടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സംഘട്ടനത്തിൽ എതിർഭാഗം പരാജയപ്പെട്ട് പോകാനുള്ളൊരു സാഹചര്യം വന്നാൽ അങ്ങനെ വരുന്ന മുതലിന് ആ സൂറത്ത് ഹശ്റിലെ 7-ാമത്തെ വചനം പഠിപ്പിച്ചെന്ന നാമകരണം ചെയ്തിരിക്കുന്നത് അനുസരിച്ച്, റസൂലുള്ളാഹി പഠിപ്പിച്ചനുസരിച്ച് മുതൽ എന്നതിന് പറയാം. അതിൻ്റെ അവകാശികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അടിസ്ഥാന ഘടകമാണത്. കൈ ലാ യകൂന ദൂലത്തൻ ബൈനൽ അഅ്ലിയാഇ മിൻകും. അത് വിനിയോഗിക്കേണ്ട മാർഗങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്ന ഒരു പരാമർശമാണത്. ധനം നിങ്ങളിൽ നിന്നുള്ള ധനികന്മാർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്ന് ആവാതിരിക്കാൻ വേണ്ടിയാണത് എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി തരുന്നത് ധനം സർക്കുലേറ്റ് ചെയ്യപ്പെടണം, അതിന് ഫ്ലോ ഉണ്ടാവണം. അത് ധനികൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ഉള്ളവൻ്റെ കയ്യിലാണ്, അത് മറ്റു മാർഗങ്ങളിലേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിന് വളർച്ചയുണ്ടാകുന്നത്. അപ്പോൾ ധനികൻ്റെ വശമുള്ള ഈ ധനം അത് സമൂഹത്തിലേക്ക് ഒഴുകിപ്പോകാനുള്ള, വിനിയോഗിക്കപ്പെടാനുള്ള, എത്തിപ്പെടാനുള്ള മാർഗം വിഡ്രോവൽ മെത്തേഡാണ് ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സക്കാത്തും സദക്കയും ഒക്കെ. ഇയാളുടെ കയ്യിലുള്ള, ധനവാന്റെ കയ്യിലുള്ള സ്വത്ത്, ധനം, അത് പാവപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് ഇതരരിലേക്ക് അത് എത്തിപ്പെടാൻ ഇയാൾ സക്കാത്തോ സദക്കയോ ഒക്കെ നിർവഹിച്ചിരിക്കണം. ഈ സക്കാത്ത് ഒരു അലംഭാവത്തോടു കൂടിയാണ് സമൂഹത്തിൽ നിന്ന് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മറക്കുന്നില്ല, ധനമുള്ള, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം അത് കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പരിശുദ്ധ ഖുർആൻ 32 സ്ഥലങ്ങളിലാണ് സക്കാത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. അതിൽ 28 പ്രാവശ്യവും അഖാമസ് സ്വലാത്ത വ ആതസ് സക്കാത്ത, അഖീമുസ് സ്വലാത്ത വ ആതുസ് സക്കാത്ത, ഇങ്ങനെ സ്വലാത്ത് പറഞ്ഞ് തൊട്ടടുത്താണ് സക്കാത്ത് എന്ന പ്രയോഗം പറഞ്ഞിരിക്കുന്നത്. രണ്ടും ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. വെറും 4 സ്ഥലങ്ങളിൽ മാത്രമാണ് സക്കാത്ത് എന്ന പദം സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നമസ്കാരം നമ്മൾ നിലനിർത്തുന്ന കാര്യത്തിൽ പലർക്കും അതൊരു ഇബാദത്താണ് എന്ന ബോധം അവരുടെ മനസ്സിലുണ്ട്. എന്നാൽ തൊട്ടിടത്ത് പറഞ്ഞ സലാത്തിനോട് ചേർന്ന് പറഞ്ഞിട്ടുള്ള സക്കാത്ത്, ആ ഒരു കാർക്കശ്യവും നിർബന്ധ ബുദ്ധിയും ആ ശ്രദ്ധയും ഒക്കെ, അല്ലെങ്കിൽ തഖ്വ സൂക്ഷ്മതാബോധവും ഒക്കെ സക്കാത്ത് വിഷയത്തിൽ നമുക്കുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. അതായത് ഒരു സംഘടിതമായ രീതി അതിനില്ലാത്തത് കൊണ്ട് തന്നെ അത് നിർവഹിക്കപ്പെട്ടോ, എത്ര കൊടുത്തു, ആർക്ക് എല്ലാവർക്കും കൃത്യമായി അത് കൊടുക്കുന്നുണ്ടോ എന്നതൊന്നും പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ആ നിലക്ക് വ്യവസ്ഥാപിതമായി ഇത് നിർവഹിക്കപ്പെട്ടാൽ മാത്രമേ ആ രൂപത്തിൽ ഈ സക്കാത്ത് സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ, ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച രൂപത്തിൽ നിർവഹിക്കപ്പെടുകയുള്ളൂ എന്നതാണ് സത്യാവസ്ഥ. ചില ആളുകൾ അത് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ കുറച്ചൊക്കെ കൊടുത്ത് തൻ്റെ ഭാഗധേയം പൂർത്തിയായി എന്ന രീതിയിലായിരിക്കാം. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വിഭാഗം സക്കാത്തുമായുള്ള പ്രശ്നമുണ്ടാക്കിയവരാണ്. അതായത് അതുവരെ ഞങ്ങൾ കൊടുത്തിരുന്ന സക്കാത്ത് അത് മുഹമ്മദിന് കൊടുത്തതാണ്, ഇനി അത് ഞങ്ങൾ കൊടുക്കില്ല. കാരണം ഖുദ് മിൻ അംവാലിഹിം സദഖ, നേരത്തെ പറഞ്ഞ ആയത്ത്, നിങ്ങൾ അവരുടെ ധനത്തിൽ നിന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നബിയോടുള്ള കൽപ്പനയാണ്. അതനുസരിച്ച് നബിക്കാണ് ഞങ്ങൾ കൊടുത്തത്, ഇനി ഞങ്ങൾ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഞങ്ങളത് കൊടുക്കാം, പക്ഷേ ഞങ്ങൾ വ്യക്തിപരമായി കൊടുത്തോളാം. അങ്ങനെ വ്യക്തിപരമായി സക്കാത്ത് കൊടുക്കും. അല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പാക്കിയ പോലെ ആ കാലഘട്ടത്തിൽ കൊടുത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത പോലെ അത് ഒരു ബൈത്തുൽ മാലിലേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മനസ്സിലാക്കി, ഇത് ഇസ്ലാമിൻ്റെ കടക്കൽ, സക്കാത്ത് സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന, ഇതിനെ നിഷേധിക്കുന്ന, ഈ ഇബാദത്തിനെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. മൻ ഫറഖ ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ ഫഇന്ന സകാത്ത് ഹഖുൽ മാൽ വല്ലാഹി ലൗ മനഉനി അനാഖൻ കാനൂ യുഅദ്ദൂനഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹ. സക്കാത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ഈ സ്വഭാവം ആരിലുണ്ടോ അവനുമായി ഞാൻ യുദ്ധം ചെയ്യും, ഏറ്റുമുട്ടുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ തന്നെയാണ് റസൂലുള്ളാഹിക്ക് അവർ കൊടുത്തിരുന്ന ഒരൊട്ടകക്കുട്ടിയെ അല്ല, ഒരൊട്ടകത്തിൻ്റെ കയർ എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ തടയുന്നുവെങ്കിൽ അവനുമായി ഞാൻ ഏറ്റുമുട്ടുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു പ്രയോഗം വളരെ വ്യക്തമാണ്. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക, നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് കാണിച്ചവനോട് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഹർബുർ റിദ്ദ, മുർത്തദ്ദുകളോടുള്ള യുദ്ധം, ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരോടുള്ള യുദ്ധം എന്ന നിലക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുർത്തദ്ദുകളോടുള്ള യുദ്ധത്തിൻ്റെ കാരണമായിട്ട് സക്കാത്തിൻ്റെയും സ്വലാത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് കാണിച്ചു എന്നതാണ് അവിടെ എടുത്തു പറഞ്ഞത്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു.
അത്രത്തോളം തന്നെ ഒരു വേർതിരിവ് കാണുന്നില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിലെ സക്കാത്തിനോടുള്ള മനോഭാവവും സ്വലാത്തിനോടുള്ള മനോഭാവവും തമ്മിൽ ഒരു വേർതിരിവില്ലേ എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കും. ഉണ്ട്, കൃത്യമായിട്ടുമുണ്ട്, കാണാൻ സാധിക്കും. അവിടെയും ഒരു തഫ്രീഖത്ത്, ഒരു വേർതിരിവ്, ഒരു വിവേചനം കൊടുക്കുന്നവരുടെ മനസ്സിൽ ഉണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ വിശ്വാസികളുടെ ഇടയിൽ അത് ഉണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് സക്കാത്ത് സംവിധാനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് നിർവഹിക്കപ്പെടും, അല്ലെങ്കിൽ അതെനിക്ക് ബാധകമല്ല, സമൂഹവുമായി ബാധകമല്ല, ബന്ധപ്പെട്ടതല്ല എന്നുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ സലാത്തുമായി കാണിക്കുന്ന സലാത്തിനോട് കാണിക്കുന്ന ആ കാർക്കശ്യമോ ആ നിർബന്ധ ബുദ്ധിയോ സക്കാത്തിനോട് ഇല്ല എന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഒരു സംഘടിതമായ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം വരണം. ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റുമുട്ടുമെന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നത് നടപ്പാക്കാനുള്ള ഒരു ത്രാണി, അധികാരം, ഖിലാഫത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് ശിക്ഷാ നടപടികൾ എടുക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് അതിന് ചോദിക്കാനോ പറയാനോ, അല്ലെങ്കിൽ തരുന്നവൻ തരേണ്ടവൻ തരാതിരിക്കുമ്പോൾ അവനോട് ഒരു വാക്കുരിയാടാൻ പോലുമുള്ള ത്രാണി, കഴിവ്, ശക്തി, അധികാരം ഇല്ലല്ലോ എന്ന്. അവിടെയാണ് തിരിച്ചു മറു ചോദ്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നടപ്പാക്കാൻ പറഞ്ഞു, അള്ളാഹിന്റെ നിർദ്ദേശം അനുസരിച്ച്. പള്ളികളിൽ നമസ്കാരം നടക്കുന്നില്ല, ഇന്ന് സംഘടിതമായി സലാത്ത് ജമാഅത്ത് നടക്കുന്നു. ഓരോ മഹലുകളിലും അവിടെ നമുക്ക് കഴിയില്ലെങ്കിൽ അവിടെ ഒരു ഇമാമിനെ തെരഞ്ഞു പിടിച്ച് നാം കൊണ്ടുവന്നു. സംഘടിതമായി 5 നേരങ്ങളിലും നമസ്കാരം നടക്കണമെന്ന നിർബന്ധം നമുക്കുള്ളത് കൊണ്ട് നമ്മളത് നടത്തി. എന്നാൽ ചോദിക്കട്ടെ, ഒരാള് ആ മഹലിൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ അയാളെ നിസ്കരിപ്പിക്കാനുള്ള ത്രാണി സക്കാത്തിന്റെ കാര്യത്തിൽ ഉയർന്നു വരുന്ന പോലെയുള്ള ആ ചോദ്യം ഒരു നമസ്കരിക്കാത്തവനോട് ചോദിക്കാനുള്ള അധികാരം ആ ഇമാമിനോ പള്ളിയിലെ പ്രസിഡന്റിനോ കമ്മിറ്റിക്കോ ഇല്ല, ഉണ്ടോ? അത് നടപ്പാക്കാനോ നിർബന്ധപൂർവ്വം നമസ്കരിപ്പിക്കാനോ പറ്റില്ല. എങ്കിൽ അവിടെയാണ് നമ്മുടെ ചോദ്യവും ഉത്തരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമസ്കാരവും സക്കാത്തും തമ്മിൽ ഒരു വേർതിരിവിൽ തന്നെയാണ് നിൽക്കുന്നത്. നമസ്കാരത്തിന് ഈ സംഘടിത രീതി നടപ്പാക്കാം, അവിടെ അധികാരമോ ഖലീഫയോ ഒന്നും പ്രശ്നമില്ല. നബി നിർവഹിച്ചത് കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കില്ല, നബിക്കായിരുന്നു, നബി ഉള്ളത് കൊണ്ട് നമസ്കരിക്കും, നബി ഇമാമാണെന്ന് പറയാൻ നമ്മൾ മുതിരുവോ? ഇല്ലല്ലോ. നമസ്കരിക്കണമെന്ന ബാധ്യത നമുക്കുണ്ട്, സംഘടിതമായി ചെയ്യണമെന്നുണ്ട്, അതിനുവേണ്ട ഏർപ്പാടുകൾ നാം ചെയ്യുന്നുണ്ട്. ആ നിലക്ക് അവിടെ ആ ഒരു അലംഭാവവും ഉദാസീനതയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമുക്ക് കഴിവിൻ്റെ പരമാവധിയിൽപ്പെട്ടതാണ് നമ്മളോട് നിർബന്ധിക്കുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹ് ഓരോരുത്തരോടും അവരുടെ കഴിവിൽപ്പെട്ടതാണ്. നമ്മളൊരു സംവിധാനം നടപ്പാക്കണം. സംവിധാനം നടപ്പാക്കിയിട്ട് അതിന് ചെയ്യാവുന്ന രൂപത്തിൽ നമ്മളെ കഴിവിൻ്റെ പരമാവധിപ്പെട്ടതിൽ നമ്മൾ ചെയ്തു പോകണം. ബാക്കി നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ല. വത്തഖുല്ലാഹ മസ്തതഅ്തും, മറ്റൊരായത്ത് അള്ളാഹിനെ നിങ്ങൾക്ക് സാധിക്കുന്നത്ര അള്ളാഹിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ സക്കാത്ത് നടപ്പാക്കുമ്പോൾ അത് നടപ്പാക്കിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വിഷയത്തിലെ സൂക്ഷ്മതയുടെയും നീതിബോധത്തിൻ്റെയും ഒരു കൃത്യമായ ഒരു അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അടയാളം എന്താണെന്ന് വെച്ചാൽ, അടയാളപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ടവരുടെ നീതിബോധം അവർക്കുണ്ടാവണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് അവിശുദ്ധമായ ധനം കൈകാര്യം ചെയ്തില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അത് കൈകാര്യം ചെയ്യുന്ന നബിക്കും ആലുബൈത്തിന്, നബിയുടെ കുടുംബത്തിനും സക്കാത്ത് പാടില്ല എന്ന്, സദക്കയും സക്കാത്തും പാടില്ല എന്നുള്ള വിലക്കി. അതിശേഷമുള്ള സക്കാത്ത് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് പാടില്ല എന്നതുകൊണ്ട് മനസ്സിലാക്കാനില്ല, അത് ഖാസ് പ്രത്യേകമായി റസൂലുള്ളാഹിക്കുള്ള പരിശുദ്ധിയാണത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ അതിൻ്റെ ഒരു യുക്തി, അത് നീതിബോധത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്നൊരു യുക്തി കൂടി അതിലില്ലേ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആ നിലക്ക് നീതിബോധത്തോടു കൂടിയാണ് ആ സക്കാത്ത് നിർവഹിക്കേണ്ടപ്പെടുന്നത്. സക്കാത്ത് ഇങ്ങനെ നിർവഹിക്കപ്പെടാണ്ട് പോയാൽ, സംഘടിതമായി നിർവഹിക്കപ്പെടാണ്ട് പോയാൽ ഉണ്ടാകുന്ന കുറേ ന്യൂനതകളുണ്ട്.
പിന്നെ അതിൽ സ്വജനപക്ഷപാതം ഉണ്ടാവും, വാങ്ങുന്നവൻ ദ്രോഹിക്കപ്പെടും, അതുപോലെ തന്നെ അനർഹർക്ക് അത് ലഭിക്കും, അർഹമായവർക്ക് ലഭിക്കാതെ പോകും, ഒരാൾക്ക് തന്നെ സക്കാത്ത് നൽകപ്പെടും, അതുപോലെ തന്നെ സക്കാത്ത് ഫലവത്തായ രീതിയിൽ നടക്കാതെ പോവുകയും ചെയ്യും. സംഘടിത സക്കാത്തിൻ്റെ ഗുണങ്ങളോ വ്യവസ്ഥാപിതമായി ഫലപ്രദമായി അത് നടപ്പാക്കാൻ സാധിക്കും, അർഹരെ കണ്ടെത്താൻ സാധിക്കും, യാചന തടയപ്പെടും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, സാമൂഹിക ക്ഷേമം അവിടെ കൈവരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ സക്കാത്ത് സംഘടിതമായി നടക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായെന്ന്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങിയ സക്കാത്ത് വ്യവസ്ഥാപിതമായി സംഘടിതമായി നബിക്ക് ശേഷമുള്ള ഖലീഫമാരുടെ കാലഘട്ടത്തിൽ നിർവഹിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലമായപ്പോഴേക്ക് സാമൂഹിക സന്തുലിതത്വം പ്രയാസമില്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി. സക്കാത്ത് കൊടുക്കുന്നവനായി ആളുകൾ, സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി. ആ രീതിയിൽ സംഘടിതമായി വ്യവസ്ഥാപിതമായി നടത്തെങ്കിൽ മാത്രമേ സക്കാത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സംഘടിതമായി തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഇനി നമുക്കൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? വളരെ വ്യക്തമായ എക്സാമ്പിൾസ് പറയാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ വ്യവസ്ഥാപിതമായി സക്കാത്ത് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ, മഹല്ലുകളുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. തൃശ്ശൂർ ജില്ലയിൽ സംഘടിതമായി വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു മഹല്ല് സംവിധാനത്തിൽ അത് 1907 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഏതാണ്ട് 160 വീടുകൾ അവർ 7 വർഷം കൊണ്ട് നിർമ്മിച്ചു. പാവപ്പെട്ടവർക്ക് നൽകി. 63 ഫ്ലാറ്റുകൾ 63 കുടുംബങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി റെഡിയായി വരികയാണ്. അവിടെ കുറേശ്ശെ 5000 10,000 എന്ന് കൊടുക്കുന്ന രീതിയില്ല. ഒരാവശ്യക്കാരനെ കണ്ടെത്തി ആർക്കാണോ ഏറ്റവും അർഹതയുള്ളതെന്ന് പാനൽ കൃത്യമായി പരിശോധിച്ച് അത് കൊടുക്കുന്ന രീതിയാണ്. ഈ രീതിയിൽ സക്കാത്ത് നടപ്പാക്കാൻ നമ്മുടെ മഹല്ലുകൾ സജ്ജമായി വരികയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ കയ്യിലും ധനവാന്മാരുടെ കയ്യിലും പലരുടെയും ലോക്കറുകളിലുള്ള സ്വർണത്തിൻ്റെ സക്കാത്തും കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ഗവൺമെന്റിനോടോ മറ്റു സംവിധാനത്തോടോ ചോദിക്കാൻ പോകാതെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ദരിദ്രരും പാവപ്പെട്ടവരും ഇല്ലാതെ, അശരണരില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, വിശപ്പടക്കാൻ കഴിയാത്ത ആളുകളില്ലാതെ പോവുകയില്ല. കൃത്യമായി വ്യവസ്ഥാപിതമായി അത് നടക്കുകയാണെങ്കിൽ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഘടിത സക്കാത്ത് ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി 1987 നമ്മുടെ മൂന്നാമത്തെ മുജാഹിദ് സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അത് നമ്മുടെ മഹല്ലുകളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ആ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. പക്ഷേ അത് വ്യവസ്ഥാപിതവും കുറ്റമറ്റ രീതിയിലുമായിരുന്നാൽ മാത്രമേ ആ സംഘടിതമായ സക്കാത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ സക്കാത്ത് കൃത്യമായി വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന വ്യവസ്ഥാപിതമായ ഒരു രീതി വന്നാൽ ധന്യമായ ഒരു ജീവിത സാമൂഹിക വ്യവസ്ഥ നമുക്കുണ്ടാകും. നമ്മുടെ ദീൻ നന്നാവും. നമ്മുടെ നമസ്കാരം മാത്രം നന്നായി പോരല്ലോ, ദീനിൻ്റെ ബാക്കിയുള്ള സലാത്തും സക്കാത്തും ബാക്കിയൊക്കെ നന്നാവണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലത്തി ഫീഹാ മആശി. പടച്ചോനെ, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലത്തി ഫീഹാ ഇസ്മത്തു അംരി. എൻ്റെ സുരക്ഷിതത്വം എൻ്റെ ദീനിലാണ്, അതുകൊണ്ട് അത് നന്നാവണം റബ്ബേ. വാസ്ലിഹ് ലി ദുനിയായ, എൻ്റെ ദുനിയാവും നീ നന്നാക്കണേ റബ്ബേ. വാസ്ലിഹ് ലി ആഖിറത്തി അല്ലദീ ഇലൈഹാ മഅദി. ഞാൻ തിരിച്ചു ചെല്ലുന്ന എൻ്റെ സങ്കേതം പരലോകമാണ്, അവിടെ നിന്നാണ്. ദീൻ നന്നാവണം, നമ്മുടെ ദുനിയാവ് നന്നാവണം, നമ്മുടെ ആഖിറം നന്നാവണം. 5 ആരാധനകളിൽപ്പെട്ട ഒരു ആരാധന അത് നന്നാവാത്ത രൂപത്തിൽ പോയാൽ നമുക്ക് പരലോകത്തിൽ മറുപടി പറയാൻ കഴിയാതെ കൈമലർത്തേണ്ട ഒരവസ്ഥയായി തീരും. ആ നിലക്ക് കൈമലർത്തേണ്ട ഒരവസ്ഥയായി തീരാതിരിക്കാൻ വേണ്ടി മഹല്ലുകളിൽ ഉയർന്നു വരണം നമുക്ക് സക്കാത്ത് സംവിധാനം, സംഘടിത സക്കാത്ത് സംവിധാനം. അവിടെ ഒരുപാട് സഹകരണങ്ങൾ ദാതാക്കളുടെ ഭാഗത്തുനിന്നും അത് വാങ്ങുന്നവരുടെ കൂടത്തുനിന്നും
സംഘടിപ്പിക്കുന്ന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാവേണ്ടത്. അവിടെ തഖ്വാബോധമാണ് ഒന്നാമത്തത്. രണ്ടാമത് റസൂലുള്ളാഹിക്ക് വിലക്കിയ ഒരു സംഭവമായതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് നീതിബോധം വേണമെന്ന് വേണം. സക്കാത്ത് കൊടുത്താലും അതിനുശേഷവും എൻ്റെ ധനം അതാർക്കാ കൊടുത്തത്, അത് ഞാൻ പറഞ്ഞവന് കൊടുത്തില്ലേ, എൻ്റെ കുടുംബത്തിന് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് ശരിക്കും സക്കാത്തിനെ ബാധിക്കുന്ന ഒരു പുഴുക്കുത്താണ്. കൊടുത്താൽ തീർന്നു. ഞാൻ എൻ്റെ ധനത്തിൻ്റെ കേടാ കൊടുക്കുന്ന, കേട് ഒഴിവാക്കി കഴിഞ്ഞിട്ട്, ചീത്ത കൈ കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും ആ വൃത്തികേടിനെ നമ്മൾ കയ്യിലെടുത്തു വെക്കുമോ? ഇല്ലല്ലോ. കൊടുത്താൽ കൊടുത്തു. ആരെയാണോ നമ്മൾ ഏൽപ്പിച്ചത് അവരുടെ ഉത്തരവാദിത്തം അവരെ നിർവഹിക്കട്ടെ. ആ നിലക്ക് ആ വൃത്തികേടിലേക്ക് പിന്നീട് പോകുന്ന മനസ്സുണ്ടാവരുത്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്കുകൂടി, മനുഷ്യൻ എൻ്റെ ധനം എൻ്റെ ധനം എൻ്റെ ധനം എന്ന് പറയും. സക്കാത്ത് കൊടുത്താലും ഞാൻ കൊടുത്തതാ എന്ന് ചിന്തിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ പോകുന്നത്. അതിൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങളുടെ സക്കാത്തിനെ, സദക്കയെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് അള്ളാഹ് ഉത്ബോധനം നടത്തിയത് കൂടി നാം മനസ്സിൽ വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ ധനപരമായ രംഗവും നമ്മുടെ ആരാധനയും ഒക്കെ സംശുദ്ധമാവട്ടെ. അങ്ങനെ നമ്മുടെ പരലോകവും സംശുദ്ധമായി തീരട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.